ഉസ്താദെ, ഞാനിവിടെ വന്നിട്ട് കുറേ കാലങ്ങളായി. പക്ഷേ ഇവിടെ ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിവിടെ ജോലിയുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പൈസ ധാരാളമായി വരുന്നുണ്ട്, പക്ഷെ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയുന്നില്ല. വീണ്ടും ഈ ദാരിദ്ര്യാവസ്ഥയാണ് നമ്മുടെ വീട്ടിൽ പലപ്പോഴും കാണുന്നത്. അതെ, അതിനെന്താണ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക? പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ജോലിയുണ്ട്, ബിസിനസ്സുണ്ട്, വരുമാന മാർഗങ്ങൾ പലതും ഉണ്ട്, പക്ഷെ അതിൽ ബറക്കത്തില്ലായ്മയാണ്. കുറേ കിട്ടുന്നതിലല്ല കാര്യം, കുറച്ചാണെങ്കിലും ആ കിട്ടുന്നത് ബറക്കത്തുള്ള അവസ്ഥയിലേക്ക് മാറുക. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശം. അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ പലരും ഫ്ലാറ്റിലും റൂമിലൊക്കെ ആയിരിക്കും താമസിക്കുക. റൂമിലേക്ക് വരുന്ന സമയം ആദ്യമായി സലാം പറഞ്ഞിട്ട് വരുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കുക. അവിടെ ആളുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു സലാം പറഞ്ഞിട്ട് വരും. വീട്ടിലേക്ക് സലാം പറഞ്ഞിട്ടേ കയറൂ എന്ന് ഈ വീഡിയോ കാണുന്നവരൊക്കെ മനസ്സിൽ നിയത്തിയ അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തൊരു കാര്യം, നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ്, എല്ലാവർക്കും അറിയാവുന്ന ചെറിയ സിമ്പിളായ സൂറത്താണ് ഖുൽ ഹുവല്ലാഹു സൂറത്ത്. അതറിയാത്ത ഒരാളും ഇല്ല, അല്ലേ? അപ്പൊ ആ ഖുൽ ഹുവല്ലാഹു സലാം പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ട് പാരായണം ചെയ്യുക. സൂറത്ത് ഓതിയിട്ട് കയറുക. പലപ്പോഴും ഇപ്പൊ തിരക്കില്ല, ഫോൺ വിളിച്ചോണ്ടാണ് വരുന്നത്. നമ്മൾ വരുന്ന കാര്യം ആരറിയുന്നില്ല, വീട്ടിലെ ഭാര്യ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല, നമ്മൾ ഫോണിലാണ്, അവരും വേറെ ഫോണിലാണ്. തീർച്ചയായും. അപ്പൊ ഈ ഒരു സാഹചര്യം, നമ്മുടെ കൂടെ സലാം പറയാതെയാണ് നിങ്ങൾ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഓരോരുത്തരും വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ, ഒരു മനുഷ്യന്റെ കൂടെ ഒരു മലക്കും ഉണ്ട്, ഒരു ശൈത്താനും ഉണ്ട്. സലാം പറയാതെയാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ശൈത്താൻ കൂടെ കയറും. ശൈത്താൻ കൂടെ കയറി കഴിഞ്ഞിട്ട് ഉള്ളതിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ വരുമാന മാർഗത്തിൽ പ്രശ്നം ഉണ്ടാക്കും, കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കും, അതുപോലെ നമ്മുടെ സന്താനങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കും, നമ്മുടെ സമയങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കും, നമ്മുടെ ഭക്ഷണത്തിൽ വരെ എല്ലാത്തിലും കയറിക്കൂടും. അപ്പൊ ആ ശൈത്താനെ അവിടെ നമ്മൾ വാതിലടയ്ക്കലോ കയറിയിട്ട്, എന്തിനാ വാതിലടയ്ക്കുന്നത്? ഒരാൾ വീട്ടിലേക്ക് കയറി റൂമിലേക്ക് കയറുമ്പോൾ എന്തിനാ വാതിലടയ്ക്കുന്നത്? മറ്റു പ്രശ്നങ്ങളൊന്നും, ഒരു സുരക്ഷിതത്വം. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിലേക്ക് മറ്റൊരാൾ കടന്നു വരരുത്, നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെടരുത്. തീർച്ചയായും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കയറി വാതിലടയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ കൂടി ബിസ്മി ചൊല്ലിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് സലാം പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കയറി വരുന്നതെങ്കിൽ ശൈത്താൻ അവിടെ പുറത്തേക്ക് നിൽക്കും. ചുമ്മാ വാതിലടച്ചിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ സലാം പറയുകയും ബിസ്മി ചൊല്ലുകയും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയൊക്കെ ചെയ്യുമ്പോൾ ശൈത്താൻ വീടിന്റെ പുറത്താവും. അങ്ങനെ ശൈത്താൻ വീടിന്റെ പുറത്തായാൽ തന്നെ 1, 2, 3 നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാവും. തീർച്ചയായും സന്തോഷവും ഐശ്വര്യം ഉണ്ടാവും. അപ്പൊ ഈ സന്തോഷവും സമാധാനം ഉണ്ടാവും. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ സ്നേഹമാവും, മക്കൾക്ക് തമ്മിൽ സ്നേഹമാവും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഈ ഐശ്വര്യം ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇൻഷാ അല്ലാഹ് അത് നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ഈ വീഡിയോ കാണുന്നവരൊക്കെ നിയത്ത് ചെയ്യുകയും ചെയ്യാം. ഞങ്ങൾ എന്ത് ചെയ്യും? വീട്ടിലേക്ക് കയറുന്ന സമയത്ത് എന്ത് ചെയ്യും? സലാം പറഞ്ഞുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി ബിസ്മിയൊക്കെ ചൊല്ലി വീട്ടിലേക്ക് കയറി വരിക. കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മേലൊരു സലാത്ത്, ഏതെങ്കിലും അറിയുന്ന ഒരു സലാത്തും കൂടെ ചൊല്ലിയാൽ അടിപൊളിയായി. അപ്പൊ എന്താവും? നല്ല ഐശ്വര്യവും ബറക്കത്തിനും വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാര്യങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുകയും, അത് വീടാണെങ്കിലും ശരി, റൂമാണെങ്കിലും ശരി, ആ ഒരു രീതിയിൽ എല്ലാവരും അത് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തിന് കാരണമാവും. അള്ളാഹു നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വരുമാനത്തിലും എല്ലാത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉസ്താദിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് ഉസ്താദിനെ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ ദൈനംദിനമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും ഉസ്താദിനകത്ത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ പ്രയാസങ്ങളും വിഷമൊക്കെയുള്ള ഒരു മെസ്സേജ് അയക്കുന്നു, ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇർഷാദിയയുടെ എല്ലാ ദിവസവും നടക്കുന്ന ബദരിയ മജ്‌ലിസിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരുമാറാവട്ടെ.